നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. വടക്കേ മലബാറിലെ നിറഞ്ഞ സന്മനസ്സുകളുടെ നാവിൽ ഇന്നും പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീരനായകനാണ് തച്ചുളി ഒതേനക്കുറുപ്പ്. വടക്കൻ പാട്ടിലെ ഒരു ഉത്തമ നായകൻ. ഈ ഒതേനക്കുറുപ്പിൻ്റെ ജീവിതത്തിൽ പല പെൺകുട്ടികളെയും അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ട്. ചിലരെയൊക്കെ ഭാര്യമാരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോഴത്തെ ഒരു ഇഷ്ടം. പൂത്തോളി ഇടത്തിൽ ചിരുതക്കുട്ടി എന്ന് പറഞ്ഞ ചിരുതൈക്കുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ധാരാളം സമ്പത്തുള്ളൊരു കുടുംബമാണ് പൂത്തോളിയിടം. ആ ചിരുതക്കുട്ടി വളർന്നു വലുതായി. അമ്മാവന്മാരാണ് അന്ന് മരുമക്കളെ സംരക്ഷിക്കുന്നത്. അപ്പോൾ പൂത്തോളി നമ്പ്യാരുടെ ഓമന മരുമകളായിട്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ചിരുതക്കുട്ടി. ഒരു ദിവസം ഇങ്ങനെ പൂത്തോളി നമ്പ്യാരോടായിട്ട് ഈ ചിരുതക്കുട്ടി ചെന്ന് പറഞ്ഞു, എനിക്കൊരീയാശ കൊതിയുമുണ്ട് അമ്മാവ, എനിക്ക് എൻ്റെ നേരമ്മാവ, എനിക്കൊരാശയുണ്ട്, എനിക്കൊരു കൊതിയുണ്ട്. എന്നാൽ താമര ചിറപണി കാണുവാനും. അവിടെ അടുത്ത് വലിയൊരു ചിറ പണിതിട്ടുണ്ട്, അതിൽ താമര വളർത്തുന്നുണ്ട്. ആ താമര ചിറയൊന്ന് എനിക്ക് കാണണമെന്നൊരു മോഹമുണ്ട്. താമര ചിറയിൽ കുളിക്കുവാനും. ആ താമര ചിറയിലൊന്ന് കുളിക്കണം എനിക്കതിന് വലിയ മോഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ഈ പൂത്തോളി നമ്പ്യാർ പറഞ്ഞു, തൻ്റെ മരുമകളോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട്, നീയു ജനിച്ചി ഭൂമി കണ്ടെന്നാള്, നീ കാര്യം ഈ ഭൂമിയിൽ ജനിച്ച് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ഇളയുന്നൂറുമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ താഴ്ത്തു വച്ചിട്ട് ഉറുമ്പ് കടിച്ചാലോ എന്ന് പേടിച്ച് താഴെ വച്ചിട്ടേയില്ല. പറക്കും പറജാതി കണ്ടിട്ടില്ല, പുറത്തിറക്കി കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന പോലെ ഏറെ താല്പര്യത്തോടെ ലാളിച്ച് ഓമനിച്ച് വളർത്തുന്ന മരുമകളാണ് പൂത്തോളി ചിരുതൈക്കുട്ടി. ആ ചിരുതക്കുട്ടി എത്ര കാര്യമായിട്ട് നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നീ ഇതിനൊന്നും പോവണ്ട പൂത്തോളി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അല്ല അമ്മാവ എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചപ്പോൾ പറഞ്ഞു, പൂത്തോളി നമ്പ്യാരെ, അമ്മാവൻ ചാത്തന്നൂർ നമ്പ്യാരെ, ചാത്തപ്പൻ നമ്പ്യാരെ പറഞ്ഞു, എന്നാൽ ശരി പൂത്തോളി ഇടത്തിലെ നായന്മാരെ, അതായത് ഓരോരോ ഭവനങ്ങൾക്കും കാവൽക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ആ കാവൽപ്പടയെ അവിടുത്തെ സൈന്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനെ പോകണമെന്ന് പറയണു, അതുകൊണ്ട് നിങ്ങൾ ഇവളെ താമരച്ചിറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ, അവൾ താമരച്ചിറ കാണട്ടെ, താമരച്ചിറയിൽ കുളിക്കട്ടെ, എന്നിട്ട് തിരിച്ചും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൂട്ടി പറഞ്ഞയച്ചു. അവിടെ ചെന്ന് അത് താനെ കേട്ടപ്പോൾ തന്നെ നായന്മാരെല്ലാവരും ഉത്സാഹത്തോടെ ചിരുതക്കുട്ടിയുടെ തോഴിമാരും പല്ലക്ക് കൊണ്ടുവന്നു. പല്ലക്കിലേറ്റി ആമാലന്മാരെന്ന് പറഞ്ഞാൽ ഈ പല്ലക്ക് ചോക്കണവരെ ഈ പറയണം, ആമാലന്മാർ പല്ലക്കെടുത്ത് താമരച്ചിറയിലേക്ക് പോയി. അവിടെ ചെന്ന് ചിറയൊക്കെ കണ്ടപ്പോൾ ചിരുതക്കുട്ടി കൂട്ടുകാരും സഖികളും ഒക്കെ അങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടുക. വലിയ ചിറ നിറയെ താമര പൂവ്, നല്ലതായി പടുത്തു കെട്ടിക്കൊണ്ടുവന്നേക്കണ കടവുകൾ, ആ കടവിൽ കുളിക്കാനും നീന്താനും ഒക്കെ നല്ല സൗകര്യം. ആ താമരച്ചിറയിൽ ഇറങ്ങി ചിരുതയിൽ കുളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആ താമരക്കോട്ടമാണ്. ആ താമരക്കോട്ട എന്ന് പറയുന്നത് താമരച്ചിറയിൽ അവിടെയാണെങ്കിലും അതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശമുള്ള താമരക്കോട്ടയുണ്ട്. ആ താമരക്കോട്ടയുടെ മുതലാളി കുഞ്ഞനമ്മൻ എന്ന് പറയുന്ന ഒരു വീരസാഹസിക നേതാവാണ്, ചെറുപ്പക്കാരനാണ് അദ്ദേഹം. മാളിക മുകളിൽ നിന്ന് നോക്കുമ്പോൾ താമരച്ചിറയിൽ സൂര്യൻ ഇന്ന് 2 സൂര്യനെയാണല്ലോ കാണുന്നത്. ഒരു സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നു, അതിനടുത്ത് മറ്റൊരു സൂര്യൻ. അപ്പോൾ ഉടൻ തന്നെ ചോദിച്ചു, എല്ലാം കേൾക്കുന്നു ഉദിക്കുന്നത്, എല്ലാ ദിവസവും ഈ കിഴക്ക് ഭാഗത്തു നിന്ന് ഉദിക്കുന്നത് ഇന്ന് ചിറയിന്ന് ഉദിച്ചിട്ടുണ്ടോ? ഇന്ന് ചിറയിൽ നിന്നാണോ ഉദിക്കുന്നത്? കേക്ക് ഭഗവാൻ ഉദിച്ച പോലെ, കിഴക്ക് ഭാഗത്ത് ഭഗവാൻ ഉദിച്ച പോലെ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചതുപോലെ, പടിഞ്ഞാറ് ചന്ദ്രൻ താണ പോലെ. പടിഞ്ഞാറ് ഭാഗത്ത് ചന്ദ്രൻ
ആകാശത്ത് മാനത്ത് അമ്പിളിയമ്മാവൻ താഴ്ന്നു പോകുമ്പോഴുള്ളതുപോലെ ഏതൊരു കുഞ്ഞനായന്മാരെ, ഏത് സ്ത്രീകളാണ് അവിടെ, കുട്ടികളാണ് അവിടെ എന്നിങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് ഈ കുഞ്ഞനമ്മനോട് പറഞ്ഞു, പൂത്തോളി എടത്തിലെ ചിരുതക്കുട്ടി. ഇത് പൂക്കോളി ഇടത്തിലെ ചിരുതക്കുട്ടി താമര ചിറയിൽ കുളിക്കുന്നുണ്ട്. താമര ചിറയിൽ കുളിക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. സൂര്യൻ ഉദിച്ച പോലെ, ചന്ദ്രൻ ഉദിച്ച പോലെയൊക്കെയാണ് സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ചിരുതക്കുട്ടി. അങ്ങനെ അത് കേട്ടപ്പോൾ കുഞ്ഞനമ്മൻ മാളികപ്പടി കീഞ്ഞിങ്ങോട്ട് പോന്നു, ഇറങ്ങി വന്നു. എന്നിട്ട് താമരച്ചിറയിൽ വന്ന് അടുത്ത് വന്നിട്ട് ചിരുതക്കുട്ടിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, പൂത്തോളി. ഉടനെ തൻ്റെ കൂടെയുള്ള ഈ അംഗരക്ഷകന്മാരായിട്ടുള്ളവരോട്, ഇപ്പോൾ തൻ്റെ പടയാളികളോട്, കൂടെയുള്ള പടനായന്മാരോട് പറഞ്ഞു, പൂത്തോളി പോയി അന്വേഷിക്കും നിങ്ങളൊരു കാര്യം. ഈ പൂത്തോളി ഇടത്തിലുള്ള ഈ ചിരുതേയിക്ക് അല്ലെങ്കിൽ ചിരുതക്കുട്ടിക്ക് പൂത്തോളി ഇടത്തിലെ ചിരുതേയിക്ക് എണ്ണാതെ പാനാരാൻ കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള അർത്ഥം. അവൾക്ക് എണ്ണ തേക്കാൻ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഊഴം പറഞ്ഞാരാൻ വന്നിട്ടുണ്ടോ? അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ആലോചനയായിട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ ഇവരന്വേഷിച്ചപ്പോൾ പടനായന്മാർ പോയി അന്വേഷിച്ചപ്പോൾ ആരും എത്തിയിട്ടില്ല. അപ്പോൾ വേഗം ചെന്ന് പറഞ്ഞു, ആരും തന്നെ എണ്ണ തേപ്പാൻ കൊടുത്തിട്ടില്ല, ആരും തന്നെ ഊഴം പറഞ്ഞ് വന്നിട്ടുമില്ല. അതുകൊണ്ട് ചിരുതേയി ഇപ്പോഴും കന്യകാ പെൺകുട്ടിയാണ്. ഉടൻ തന്നെ യമൻ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചിരുതക്കുട്ടി വേഗം ഇവർ കുഞ്ഞനമ്മൻ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് തൻ്റെ കൈവിരലിൽ ചെറുവിരലിൽ കിടന്നിരുന്ന നല്ല മോതിരം, പവിഴ മോതിരം എടുത്ത് ചിരുതയുടെ കൈ പിടിച്ച് കയ്യിൽ മോതിരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് അപ്പം തന്നെ ഇടത്തിൽ ഈ ചിരുതക്കുട്ടിക്കേക്ക് മോതിരം തന്നെ കഴിച്ചല്ലമ്മൻ കുഞ്ഞനമ്മൻ താമരക്കോട്ടയിലെ കുഞ്ഞനമ്മൻ തൻ്റെ ഭാര്യയാക്കാമെന്നുള്ള ഒരു മോഹത്തോടെ, ഉറപ്പോടെ തൻ്റെ ചെറുവിരലിൽ കിടന്ന മോതിരം എടുത്ത് ചിരുതേയി അങ്ങോട്ട് അറിയിച്ചു. ചിരുതേയി പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ. കുളിക്കാൻ കയറി വരുമ്പോൾ കടവിലേക്ക് ഇറങ്ങി വന്ന ഒരാൾ തൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് വേഗം മോതിരം അങ്ങോട്ട് ഇടിയിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ വിവാഹം കഴിക്കാൻ അയാൾ തയ്യാറാണെന്നാണ്. അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ആരാ എന്താ ഇതൊന്നും അറിയില്ല. ഉടൻ തന്നെ ഈ പൂത്തോളി ഇടത്തിലെ ചിരുതക്കുട്ടി എന്ത് ചെയ്തു, അവൾക്ക് അങ്ങോട്ട് ആകെ സങ്കടവും വിഷമമൊക്കെ ആയി. വീട്ടിൽ ചെല്ലുമ്പോൾ ചാത്തപ്പൻ നമ്പ്യാരെന്താ പറയുക, അമ്മാവനെന്താ പറയുക എന്നൊക്കെ വിചാരിച്ച് അവളങ്ങോട്ട് കരയാൻ തുടങ്ങി. തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പടനായന്മാരൊക്കെ ഉണ്ടായിരുന്നവരോട് അവിടുത്തെ ചാത്ത എന്തിനാ ചിരുതേയി കരയണേ എന്ന് വെച്ചു. അപ്പോൾ നമ്പ്യാരോട് അവർ പറഞ്ഞു, ഈ താമരക്കോട്ടയിലെ കുഞ്ഞനമ്മൻ താമര ചോലയിൽ, താമര പൊയ്കയിൽ കുളിക്കുന്ന സമയത്ത്, ചിറയിൽ കുളിക്കുന്ന സമയത്ത് വന്ന് ചെറുവിരലിൽ കിടക്കുന്ന മോതിരെടുത്ത് ചിരുതേയി മോതിരം അണിയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചാത്തനാരക്ക് നല്ല സന്തോഷമാണ് തോന്നിയത്. കാരണം തൻ്റെ മരുമകളായ ചിരുതേയി നല്ല സുന്ദരിയാണ്, ഇഷ്ടം പോലെ കാശ് കൂടെ, ഇതൊന്നും കൂടാണ്ട് അവളെ ഇപ്പോൾ ഭാര്യയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞനമ്മൻ, താമരക്കോട്ടയിലെ കുഞ്ഞനമ്മൻ, അയാൾ നല്ല വീരശൂര പരാക്രമി, 18 കളരിക്ക് ആശാൻ, ഇഷ്ടംപോലെ സമ്പത്ത്. അങ്ങനെ ഒരാൾ വന്ന് തൻ്റെ മരുമകളെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാണെന്ന് കേട്ടൊഴികെ ഏറെ തെളിഞ്ഞല്ലോ നമ്പ്യാർക്ക് വലിയ സന്തോഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ താമരക്കോട്ടമാണ് കുഞ്ഞോദനും പടിഞ്ഞാറ്റ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ കുട്ടിയെ മോതിരമൊക്കെ അണിയിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളൊക്കെ ഒരു വിചാരം, അവളെ ഇനിയിപ്പോൾ എങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവരണേ, ആരാ തന്നെ സഹായിക്കാനുണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് ചെഞ്ചൂരക്കട്ടും അങ്ങനെ ഒരാലസ്യം. ചിരുതക്കുട്ടിയോടുള്ള പ്രേമം മുഴുത്തട്ടെ, പ്രണയം മുഴുത്തട്ടെ, അവളെ തന്നെ പറ്റി ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ വന്നു. താമരക്കോട്ടയിലെ പെറ്റോരമ്മ വന്നിട്ട് ചോദിച്ചു, എന്താണ് കുഞ്ഞനെന്താ നിനക്ക് പറ്റിയത്? നീ താമരച്ചിറ കാണാൻ പോവാണ്, താമരച്ചിറ വരുമെന്ന് നടന്നു പോയേ ഉള്ളൂല്ലോ, ഈ താമര
താമരക്കോട്ടയിൽ വാഴുന്ന കുഞ്ഞനന്തൻ താമരച്ചിറയിൽ എന്താ വിശേഷം കണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മേ അവിടെ കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന പോലെ ഒരു പെൺകുട്ടി എനിക്കങ്ങ് ഏറെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവളോട് അന്വേഷിച്ചു, നമ്മുടെ പടനായന്മാരെയൊക്കെ വിട്ട് അന്വേഷിപ്പിച്ചു, അവൾക്ക് ആരെങ്കിലും എണ്ണ തേക്കാൻ കൊടുപ്പുണ്ടോ, ഊഴം പറഞ്ഞ് വരുന്നുണ്ടോ എന്നൊക്കെ. അതൊന്നുമില്ല, അവൾ കന്യകാ പെൺകുട്ടിയാണ്. അന്ന് ഉറപ്പായപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ മോതിരം അവളെ മോതിരം അണിയിപ്പിച്ചു. എനിക്ക് അവളെ കല്യാണം കഴിക്കണം അമ്മോട് പറഞ്ഞു. അപ്പം അമ്മ ആലോചിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. പൂത്തോളിയിടത്തിലെ ചാത്തപ്പൻ നമ്പ്യാർക്ക്, അതായത് ചിരുതക്കുട്ടിയുടെ അമ്മാവന് ഒരു ഓല അയക്കണം. വേഗം ഓല തയ്യാറാക്കി അവിടേക്ക് അയപ്പിച്ചു. അവിടെ അയച്ചു കഴിഞ്ഞ് നമ്പ്യാർക്ക് ഓല കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണ്, ചിരുതക്കുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, കുഞ്ഞമ്മന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്നാണ്. അതിന് വല്ല വിരോധമുണ്ടോ? എമ്മനെ കൊണ്ട് കൊടുത്തവർക്ക് താമര കോട്ടവാണ കുഞ്ഞനന്തൻ അച്ഛനും ഒരുപോലെ എഴുതി കൊടുത്തയച്ചു. അച്ഛൻ കോഴിക്കോട്ട് ശാസ്ത്രം അഭ്യസിക്കുകയാണ്. അച്ഛനെ അറിയിച്ചു. അച്ഛനും അങ്ങനെ സമ്മതമായിപ്പോയി. അപ്പോൾ അത് കേട്ടപ്പോൾ അവിടെ ഒരു സൂത്രശാലിയായ ഒരു സ്ത്രീ ഈ വിവരം എങ്ങനെയോ അറിഞ്ഞു. അച്ഛനുള്ള ഓല കൊടുത്തത് എങ്ങനെ പാളിപ്പോയിട്ട്. അവരുടെ പേര് നല്ലിയൊടിച്ചി എന്നാണ്. ഈ നല്ലിയൊടിച്ചിക്ക് ഒരു മകളുണ്ട്. നല്ലിയൊടിച്ചി എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ചതി കാണിച്ചിട്ട് ഈ ചിരുതക്കുട്ടിക്ക് പകരം കുഞ്ഞമ്മന് വധുവായിട്ട് തൻ്റെ മകളെ അങ്ങോട്ട് ചമയിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ച് അവളെയും കൊണ്ട് നേരെ പൂത്തോളി ഇടത്തേ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മാവനും മരുമകളും വിരുന്നുകാർ പോലെയൊക്കെ അവിടെ ചെന്ന് കല്യാണമൊക്കെയല്ലേ, കല്യാണ വീട്ടിലേക്ക് വിരുന്നായിട്ട് വന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. എൻ്റെ ഇടയ്ക്ക് എന്തു ചെയ്തു, ഉറക്കം മരുന്ന് കഴിച്ചാൽ ഉറക്കം മരുന്ന്, വേഗം അന്തം വിട്ട് കിടന്ന് ഉറങ്ങണ ഒരു മരുന്ന് ഈ ചാത്തപ്പൻ നമ്പ്യാരുടെ ഭക്ഷണത്തിൽ അങ്ങോട്ട് കൂട്ടി കൊടുത്തു. ചാത്തപ്പൻ നമ്പ്യാർ ഭക്ഷണം കഴിച്ചതിൻ്റെ പുറകെ ഉറക്കത്തോടെ ഉറക്കം. എവിടെയാ ചിരുതേയി, എവിടെയാ ചിരുതേയിയുടെ കൂട്ടുകാരെവിടെയാ, ആരൊക്കെ എവിടെയാണെന്നും അറിയാണ്ട് ആ കുഞ്ഞൻ അവിടെ ഇതൊക്കെയായി. അപ്പോൾ നമ്പ്യാർ കല്യാണത്തിന് വേണ്ട കോപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കല്യാണത്തിൻ്റെ എന്ന് പറഞ്ഞോണം അടുത്ത ദിവസം തന്നെ ഈ ഉറക്കമരുന്ന് കൊടുത്ത് ഇയാളെ അങ്ങോട്ട് മയക്കി കിടത്തി. എന്നിട്ടോ നല്ലിയൊടിച്ച് ഈ ചിരുതക്കുട്ടിയും കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നെല്ലൂത്തും പെരയിലേക്കാണ് കൊണ്ടുപോയത്. ആ വീടിൻ്റെ തന്നെ നെല്ലൂത്തും പെരയിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നെല്ല് കുത്തി കൂട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉമി ഉണ്ടാവും. ആ ഉമി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെയുള്ള വലിയൊരു കുഴിയിലേക്ക് ഈ ചിരുതക്കുട്ടി അങ്ങോട്ട് തള്ളി ചിരുതക്കുട്ടി. അപ്പോൾ ഉമി കത്തിച്ച് കളയണത് ഇതാക്കുന്ന ഒരു കുഴിയാണത്. അപ്പോൾ ആ കുഴിയുടെ അടിയിൽ നിന്ന് അങ്ങോട്ട് തീ വയ്ക്കും. ആ തീ ഇങ്ങനെ കത്തി ഉമി നിറച്ചിട്ടേക്ക് ആളെ അങ്ങോട്ട് ഇറക്കി നിർത്തി ഉമി അങ്ങോട്ട് തട്ടിയിട്ടിട്ട് അട്ടിയിലങ്ങോട്ട് തീ വയ്ക്കുമ്പോണ്ട ആ ഉമി തീയിൽ ആളങ്ങോട്ട് വെന്തു മരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ശബ്ദം പുറത്ത് കേൾക്കാണ്ടിരിക്കാൻ ഇതിനൊക്കെ എന്ത് ചെയ്യും, വലിയൊരു പാത്രം വട്ടളം എന്ന് പറയുന്നൊരു പാത്രം അന്ന് കാലത്തൊക്കെ ആ വട്ടളം എടുത്ത് അവിടേക്ക് അമർത്തും. അപ്പം എന്താ, പുകയും പുറത്ത് പോവില്ല, ശബ്ദവും പുറത്ത് പോവില്ല. ഉമി ആയതുകൊണ്ട് അടുപ്പിൻ്റെ അടിയിൽ വെച്ചേക്കണ തീയ കൊടുത്തു കഴിഞ്ഞാൽ ഉമിക്ക് തീ പിടിച്ച് ഇങ്ങനെ നീറി പിടിച്ച് ഈ ഉമിയോടൊപ്പം അതിനകത്ത് പെട്ട ഏത് ജീവികളും ഏത് മനുഷ്യരും അവിടെ കിടന്ന് നശിക്കും. ആരും അന്വേഷിച്ചാൽ കാണുകയില്ല. അങ്ങനെ വന്നു. ആ ചിരുതനെ കൂട്ടിയിട്ട് കൊണ്ടുവന്ന് നെല്ലുത്തും കുഴിയിൽ കൊണ്ടുവന്ന് കുഴിയിൽ കൊണ്ടുവന്നിട്ട് മൂവാണ്ടു നെല്ലുത്തിയ ഉമീൻ്റെ അകത്ത് 2-3 കൊല്ലമായിട്ട് നെല്ല് കുത്തിയിട്ടുള്ള ഉമി കൂട്ടിയിട്ടേക്കാണ് അവിടെ. കുഞ്ഞനെ കൊണ്ടേ കുഴിച്ചിട്ടല്ലോ, ചിരുതയെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഉമിക്കുന്നു തീയും കൊടുക്കുന്നല്ലോ. അതിനെ ഉമിയിലിട്ട് അങ്ങോട്ട് നീറ്റി കൊല്ലാനായിട്ട് നല്ലൊടിച്ച് തീയും കൊടുത്തിട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാരും ഇങ്ങനെ കല്യാണത്തിനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ നല്ലിയൊടിച്ച് കണ്ടപ്പോൾ അവിടെ ഈ പയ്യൻവെള്ളി ഓമന കുഞ്ഞിച്ചന്തു അവിടെ വന്നിട്ടുണ്ട്. അത് ഉദയനക്കുറുപ്പിൻ്റെ മരുമകനാണ്, പെങ്ങളുടെ മകനാണ്. കീയറ
പാടിയ കുഞ്ഞിക്കണ്ണൻ എല്ലാരും യോഗ്യന വന്നുണ്ടല്ലോ, പൂത്താളി എടത്തിലെ പോരുന്നല്ലോ, പഠിക്കുന്നു വെച്ച വിളക്കാകുന്നു. അവിടെ പഠിക്ക വച്ചിട്ടുള്ള വിളക്ക് പോലെ ചെല്ലുമ്പോഴത്തേക്കും കുഞ്ഞിച്ചന്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ തെളിച്ചത്തോടെ വരാറുള്ള ചിരിതേയി അവിടെ ഒന്നും കാണാനില്ല. കല്യാണ പെണ്ണാണ്, പക്ഷെ അവിടെ ഒന്നും കാണാനില്ലല്ലോ. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പൊന്നൊക്കെ അപ്പം ഈ ചിരുതേയി ഉമിത്തിയിൽ ഇത് കുഴിച്ചിടണതിന് മുമ്പ് ഈ നല്ലിയൊടിച്ച് അമ്മ എന്ത് ചെയ്തു എന്നറിയാമോ? അവളുടെ സ്വർണം മുഴുവൻ എടുത്ത് തൻ്റെ മുണ്ടിനകത്തിട്ടിട്ട് കെട്ടി കോന്തലയ്ക്ക് കുത്തി എന്ന് പറഞ്ഞ ഇത് ഇവിടെ കുത്തി, എന്നിട്ട് കൊണ്ടുപോയി തൻ്റെ മകളെ ഒളിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. അവളെ സ്വർണ്ണമൊക്കെ ചമയിപ്പിച്ച് ചിരുതേയി ഇരിക്കുന്ന അറയിൽ പടിഞ്ഞാറ്റി വിരിച്ച് അവിടെ ഇരുത്തിയേക്കുക. കുഞ്ഞനമ്മ വരില്ലേ, ഇപ്പം താമരക്കോട്ടയിലെ കുഞ്ഞനെണ്ണം വന്നാൽ ഇവളെ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പാകത്തിന് ഊഴം പറയാൻ പാകത്തിനാക്കിയിട്ട്. പക്ഷേ ഈ കുഞ്ഞിച്ചന്തുവിനും ഓമനയ്ക്കും ഓതേനും ഒക്കെ മറ്റ് ബന്ധുക്കൾക്ക് പലരെയും സ്വർണം കൊണ്ടും പട്ടുവസ്ത്രം കൊണ്ടും ഒക്കെ ഈ കല്യാണ പെണ്ണിനെ വധുവിനെ ഇങ്ങനെ മൂട്ടി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിച്ചന്തുവിന് കണ്ടപ്പോൾ പറഞ്ഞു തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രതികരണം ഇല്ലാണ്ടിരിക്കില്ല ഇവിടുത്തെ ചിരുതേയി. കാരണം അവർ തമ്മിൽ ഇങ്ങനെ കൂട്ടുകാർ പോലെയാണ്. കുഞ്ഞോദേനം വന്നു കഴിഞ്ഞപ്പോഴും ഓതേനനെ വിചാരിച്ചേ ചിരുതേയി എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാതിരിക്കില്ലല്ലോ, എനിക്കെൻ്റെ നേർപ്പങ്ങൾ പോലെയല്ലേ ചിരുതേയി എന്ന് കരുതി ഓതേനും സംശയം തോന്നി. അങ്ങനെ പലരും നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കല്യാണ പെണ്ണത് എന്താ ചിരുതേയിയുടെ പെരുമാറ്റം പോലെയല്ലല്ലോ. അവർക്ക് അതങ്ങോട്ട് മനസ്സിലായി. എല്ലാവർക്കും ഇങ്ങനെ ഗംഭീര സദ്യയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തോന്നി എന്ത് തോന്നി, കുഞ്ഞിച്ചന്തു പയ്യൻവെള്ളി ഓമന കുഞ്ഞിച്ചന്തു പറഞ്ഞു, എന്തു പറഞ്ഞു, നീ വീടേയിരിക്കെ ചന്തു, ഈ വധു എങ്ങും പോവാതെ കണ്ട് നീ ഇവിടെ തന്നെ കാത്തിരിക്കെ, എമ്മൻ്റെമാരെ കാണാവേണ, എമ്മൻ്റെ അമ്മാരെ വെച്ചാൽ എമ്മൻ്റെ വധുവിനെ, എമ്മൻ്റെ ഭാര്യയെ ഒന്ന് കാണണം, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഓതേനൻ പടിഞ്ഞാറ്റേ വാതുക്കൽ ചെന്നോതേനൻ പടിഞ്ഞാറ്റി വിരിച്ച് അവിടെ ഇരിക്കണേ എമ്മൻ്റെ ഭാര്യയാകാനുള്ള എമ്മൻ്റെ വധു ചിരുതേയി. അവിടെ ചെന്ന് നോക്കിയിട്ടും കരിമ്പൂച്ച പൊന്നൂച്ച മഞ്ഞ പോലെ അവിടെ ഇരിക്കണ വധുവിനെ കണ്ടപ്പോൾ അതെന്നെ തോന്നിയത് എന്താ, ഒരു കരിമ്പൂച്ച സ്വർണ്ണമാലയൊക്കെ ഇട്ടിരുന്ന എങ്ങനെയുണ്ട്, കരിമ്പൂച്ച പൊന്നൂച്ച മഞ്ഞ പോലെ, കരിമ്പൂച്ച പൊന്നെന്നിട്ട് എമ്മൻ്റെ അമ്മാറെ കാണുന്നല്ലോ. അപ്പോൾ ഈ താമരക്കോട്ടയിലെ കുഞ്ഞമ്മൻ്റെ അമ്മാറെ, അതായത് വധുവിനെ ഭാര്യയാകാൻ പോകുന്നവളെ ഈ കരിമ്പൂച്ച സ്വർണ്ണം അണിഞ്ഞ പോലെ ഇരിക്കണതിൻ്റെ കാര്യം എന്തത്, ഇങ്ങനെയല്ലല്ലോ ചിരുതയെ ഞാൻ കണ്ടേക്കണേ, അവൾ നല്ല സുന്ദരി കുട്ടിയാണല്ലോ. വേഗം ഉടൻ തന്നെ എല്ലാവർക്കും ഈ കുഞ്ഞനന്തൻ ദക്ഷിണ കൊടുക്കുക, അതാണ് എല്ലാവർക്കും സർവാണി കൊടുക്കുക എന്ന് പറയും. ആ സർവാണി ഉടൻ തന്നെ ഉദയനം പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, അതിനാണ് സർവാണി സദ്യ എന്നാണ് പറയുക. ആ സർവാണി കൊടുക്കണം എന്നിട്ട് താമരക്കോട്ടവണ കുഞ്ഞനമ്മ ഉദയനം പറഞ്ഞു, എടാ കുഞ്ഞനമ്മ സദ്യ മതിയാക്ക് കുഞ്ഞനമ്മ, സദ്യ കൊടുക്കണതൊക്കെ മതിയാക്ക്, പടിഞ്ഞാറ്റേലെത്തിപ്പോയി നോക്ക്, നിൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ പോണ പെണ്ണ ഏതാണെന്ന് പോയി നോക്ക്. കുഞ്ഞുതേനൻ കൂട്ടിപ്പിടിച്ച് അങ്ങ് എടുത്തോണ്ടിട്ട് വേഗം പെട്ടെന്ന് ഓടി പടിഞ്ഞാറ്റയിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂത്തോളിയിടത്തിലെ ആര്യത്തത്ത, അവിടെ പൂത്തോളിയിടത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആര്യത്തത്ത വിളിച്ചു പറയുക, താമരക്കൊട്ടവാണ കുഞ്ഞനമ്മനെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നുണ്ട്. ആണായൊരുത്തൻ ജനിച്ചോണ്ടാൽ, ആണായിട്ടൊരുത്തൻ ഇവിടെ ജനിച്ചവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സങ്കടം വല്ലതും വന്നോണ്ടാൽ, എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ധരിക്കണം കുഞ്ഞനമ്മ, പൊങ്കൂടരിയെങ്ങ് വായോ നീ വേഗം എൻ്റെ ഈ പൊൻകൂടിൻ്റെ അടികത്തേക്ക് വാ, എന്നിട്ട് കൂട് തുറക്ക്,
അത് കഴിഞ്ഞിട്ട് വേഗം കൂട്ടിന്ന് അങ്ങോട്ട് വേഗം കൂടാ തുറന്നു കൂട്ടിന്ന് പോയി. അത് വേഗം നേരെ ഈ ചാത്തപ്പൻ നമ്പ്യാരെ ഉറക്കി കിടത്തിയിട്ടില്ലേ, തത്ത അങ്ങോട്ട് പറന്നുപോയി എൻ്റെ കൂടെ വാങ്ങുന്നുണ്ട്. അങ്ങനെ കുഞ്ഞമ്മനും ഒതേനനും ചന്തുവും ഒക്കെ കൂടെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ എന്താ, ഈ ചിരുതയുടെ അമ്മാവൻ ഉറക്കം അന്തം വിട്ട് കിടന്നുറങ്ങുക, അതിന് മരുന്ന് കൊടുക്കുക. അങ്ങനെ നോക്കി കഴിയുമ്പോൾ സാധാരണയായിട്ട് ചിരുതയെ കാണാനുമില്ല. നമുക്ക് ഏതായാലും അപ്പം കുഞ്ഞിച്ചന്തു പറഞ്ഞു, ചിരുതയെ നമുക്ക് ഏതായാലും ഈ നെല്ലുത്തുമ്പരയിലൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങാനും അവളെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു ചതി നടക്കുന്നുണ്ട്. വേഗം തന്നെ കുഞ്ഞമ്മൻ നെല്ലുത്തും കൂടേലും വായൻ്റെ അമ്മ നെല്ലുത്തും കൂടയിലേക്കും വേഗം ഓടി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു വട്ടളം കമത്തി വെച്ചേക്കണം. വട്ടളം കമത്തിയിട്ട് വട്ടളത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തണതിന് മുൻപേക്ക് എന്ത് ഈ വട്ടളം ഇവിടെ അങ്ങനെ കമത്തി വെച്ചേക്കണം, എന്താ ഇതിൻ്റെ അടിയിൽ നിന്ന് നോക്കട്ടെ എന്ന് കരുതി. അപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെ കൂടിയിട്ട് ഇപ്പം വിറക് എത്തിക്കേണ്ട കാര്യമില്ലല്ലോ, ഉമിയടുപ്പിൻ്റെ അടിയിൽ തീയും കാണുന്നു. ഉടൻ ചെന്ന് ഉണ്ണിയടുപ്പിൻ്റെ അടിയിൽ തീക്കൊള്ളി മാറ്റിയിട്ടിട്ട് വട്ടളം എടുത്ത് പൊക്കി കഴിഞ്ഞപ്പോൾ എന്താ, കഴുത്ത് വര ഉമിയിൽ ചിരുതയെ കുഴിച്ചിട്ടേക്കുക. വേഗം കുഞ്ഞിച്ചന്തും ഒതേനനും കുഞ്ഞനമ്മനും ഒക്കെ കൂടി പോക്കി ഉമ്മി അങ്ങോട്ട് തുറന്ന് മാറ്റി വേറെ പലക വച്ച് അടച്ചേക്കണതൊക്കെ പൊളിച്ചു മാറ്റി ചിരുതയെ അതിൻ്റെ അകത്തുനിന്ന് പൊക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച്, കുഞ്ഞിച്ചന്തു അങ്ങോട്ട് കുളിപ്പിച്ചു, തൻ്റെ അനീതിക്കുട്ടിയെ കുളിപ്പിക്കണ പോലെ അതേപോലെ അങ്ങോട്ട് കുളിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൊന്നണിയിച്ച്. അപ്പോഴത്തേക്കും മറ്റേടത്ത് അവിടെ കരിമ്പൂച്ച പൊന്നണിഞ്ഞിരിക്കണം. ആ പൊന്ന് മുഴുവൻ എടുത്തുകൊണ്ട് ഓടിഞ്ഞു വന്നു. മറ്റുള്ള കുഞ്ഞനന്തൻ്റെ കൂടെ വന്ന പെറ്റോരമ്മ, കുഞ്ഞനന്തൻ്റെ അമ്മ പൊന്നൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നെല്ലിയൊടിച്ചിയുടെ മോളാണ്. മനസ്സിലായി, ഇവിടെ ചതി നടന്നേനെ, കുഞ്ഞമ്മൻ അവളെ കല്യാണം കഴിച്ചേനെ ചതിയാൽ. അപ്പോഴത്തേക്കും പിന്നെ കണ്ടറിഞ്ഞ ചിരുതയെ തന്നെ വേണ്ട വിധി പ്രകാരം വേണ്ട വിധത്തിൽ പൂത്തോളിയിടത്തിലെ ചിരുതയെ താമരക്കോട്ടയിലെ കുഞ്ഞമ്മൻ കല്യാണം കഴിച്ചു. ഇനിയുണ്ടായ കഥ ഉടൻ തന്നെ ഈ ചാത്തപ്പൻ നമ്പ്യാർ പറഞ്ഞു, മേപ്പയിലെ കുഞ്ഞോദയന എന്ത് ചെയ്യും, നെല്ലിയൊടിച്ച് ഈ മാതിരി ചതി ചെയ്തത്, നിങ്ങൾ തത്സമയം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്കിനി എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, താമരക്കോട്ട വേണ കുഞ്ഞനമ്മ. ഈ ചാത്തപ്പൻ നമ്പ്യാർ പറയാണ്, എൻ്റെ ചിരുതയിനെയാണ്, എൻ്റെ ചിരുതയെയാണ് ഊമീൻ്റെ ചോട്ടിലും കുഴിച്ചിട്ടിനെ. ഉമിയുടെ ചോട്ടിൽ കുഴിച്ചിടുകയാണ്. ഓളാണിതൊക്കെയും ചെയ്തോണ്ടിത്. ഈ കോഴിക്കോട്ടിൽ നിന്ന് വന്ന ശാസ്താരം വീട്ടിലെ നെല്ലിയൊടിച്ചാണ് ചെയ്തത്. അത് താനെ കേട്ടുള്ള കുഞ്ഞോദൻ അത് കേട്ട വഴിക്ക് വേഗം നെൽപ്പുരയിൽ പോയിട്ട് പുറകെ അവിടുന്ന് മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങിയ ഈ നെല്ലിയൊടിച്ചി അമ്മയെ കുഞ്ഞോദനെ നെല്ലിയൊടിച്ച് ഓളെ ഇന്ന് തന്നെ വിളിച്ച് ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. പുറകെ ഓട്ടിച്ചെന്ന് ഒതേനൻ എന്ത് ചെയ്തു, ഒതേനൻ ഇതുപോലെ എല്ലാം ചോദിച്ചറിഞ്ഞു. എന്താ നീ ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ചെയ്തത്, ഇവരുടെ എന്തിനാണ് ഈ ചിരുതയുടെ പൊന്നൊക്കെ എടുത്തത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് താമരക്കോട്ടയിൽ വാഴുന്ന കുഞ്ഞനമ്മൻ എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെയ്തതെന്ന്. ഇത് കേട്ടപ്പോൾ അമ്മേനെയും കൊത്യാടാ കുഞ്ഞോദേനൻ. അമ്മ ആദ്യം അങ്ങോട്ട് കുത്തിക്കൊന്നു. പിന്നാലെ മോളെയും കൊത്യാടാ കുഞ്ഞോദേനൻ മോളെയും കൊന്നു. അങ്ങനെ അമ്മയും മോളെയും ചതിയും കൊണ്ട് നടന്ന അമ്മയെയും മകളെയും ഈ കൊന്നു കളഞ്ഞു. അതാണ് ഒതേനനും ഈ പൂത്തോളി ഇടത്തിൽ ചിരുതയെ രക്ഷിച്ച് താമരക്കൊട്ടയിലെ കുഞ്ഞനന്തനെ വിവാഹം ചെയ്തു കൊടുത്തു. അതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്.